ഹ്യൂമൻസ് ഉണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദി ഫസ്റ്റ് ടൂൾ ടു ദി ഫസ്റ്റ് എയറോപ്ലെയിൻ ടു ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ, ഹ്യൂമൻസ് ഇന്നോവേറ്റ് ചെയ്യുന്നതും ഇൻവെന്റ് ചെയ്യുന്നതും തുടർന്നുകൊണ്ടേയിരുന്നു. അൺടിൽ വി സ്റ്റാർട്ടഡ് സംതിങ് ദാറ്റ് കിൽഡ് അവർ നാച്ചുറൽ ക്യൂരിയോസിറ്റി, ദ ഇന്റർനെറ്റ്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, അൺലിമിറ്റഡ് ആക്സസ് ടു ഇൻഫർമേഷൻസ് ആൻഡ് കോടാനുകൂട് കണക്കിന് അൺവാണ്ടഡ് കോണ്ടന്റ്. വി ഹാവ് വീഡിയോ ഗെയിംസ്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ്, AI ചാറ്റ് ബോട്ട്സ്, കോൺസ്റ്റന്റ് ആയ ബ്രെയിൻ സ്റ്റിമുലേഷനും ഫണ്ണും എന്നും എവിടെയും എപ്പോഴും. ചെറുപ്പത്തിൽ എനിക്ക് കുറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സ്കേറ്റിംഗ്, റുബിക്സ് ക്യൂബ് സോൾവിംഗ്, വീഡിയോ എഡിറ്റിംഗ്. ഐ ക്രിയേറ്റഡ് കോണ്ടന്റ് ഓൾസോ. അങ്ങനെ 13 വയസ്സിൽ ഞാൻ റുബിക്സ് ക്യൂബ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ട് ഈ ചാനൽ വെച്ചിട്ട് തന്നെ ഏണും ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വ്യൂസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളും അച്ചീവ്മെന്റ്സും ക്രിയേറ്റീവ് ആയുള്ള ഹോബീസും പലരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് പോലും അതിൽ പലതും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ദി ഇന്റർനെറ്റ് ടേക്സ് ദ കൺട്രോൾ അവർ ലൈഫ് ത്രൂ അൺലിമിറ്റഡ് കൺസപ്ഷൻ. ഒരു ക്രിയേറ്റീവ് ആയ ഒരു ടാസ്ക് ഓർ ഹോബി അത് ചെയ്യുന്നതിനേക്കാൾ രസം അഥവാ ബ്രെയിൻ സ്റ്റിമുലേഷൻ അത് കാണുന്നതിന് അഥവാ കൺസ്യൂം ചെയ്യുന്നതിന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ചാൽ ഡ്രഗ്സ് പോലെയുള്ള അതേ ബ്രെയിൻ സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൈൻഡ്ലെസ് ആയിട്ടുള്ള റീൽ സ്ക്രോളിംഗ് വഴിയും ഉണർന്നിരിക്കുന്ന എല്ലാ ടൈമും ഗെയിം കളിക്കുന്നതിലൂടെയും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ടേക്ക് ഗെയിമിംഗ് ആസ് എ കരിയർ. ചില ക്രിയേറ്റേഴ്സും കോണ്ടന്റ്സും വീഡിയോ ഗെയിംസും AI ചാറ്റ് ബോട്ട്സ് ഒക്കെ നിങ്ങളെന്ന നാച്ചുറലി ക്രിയേറ്റീവ് ആയ പേഴ്സണെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്റൻഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, വീഡിയോ ഗെയിംസിൽ നമുക്ക് മിഷൻസ് ഉണ്ട്, ഗോൾസ് ഉണ്ട്, പോകേണ്ട ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, നേടേണ്ട ലെവൽസ് ഉണ്ട്. എന്നിന്ന് പലരുടെ ലൈഫിന്റെ കാര്യത്തിൽ അവർക്ക് സ്വയം ഇതിലൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നോ ഗോൾസ്, നോ മിഷൻ, നോ ക്ലിയർ പർപ്പസ്. സോ വീഡിയോ ഗെയിംസും മൈൻഡ്ലെസ് സ്ക്രോളിംഗും നമ്മുടെ ബ്രെയിനിന് ഫേക്ക് ഹാപ്പിനെസ് അഥവാ ബ്രെയിൻ സ്റ്റിമുലേഷൻ തരുന്നുണ്ട്. നമുക്കൊന്നും റിയൽ ലൈഫിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഓർ ഹോബീസ് അഥവാ റിയൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ താല്പര്യമില്ലാണ്ടായി. നാച്ചുറലി ഒരു ക്രിയേറ്റർ ആയിരുന്നു നമ്മുടെ ബ്രെയിനിനെ നശിപ്പിച്ച് നമ്മളെ ഒരു കൺസ്യൂമർ ആക്കി മാറ്റി. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിനെല്ലാം നല്ല രസവും റിലാക്സേഷനും എന്നാൽ ക്രിയേറ്റീവ് ആയ ഒരു കാര്യം ചെയ്യാൻ ഡിഫിക്കൽട്ടും ബോറിംഗ് ആയി തോന്നുന്നത്? നമുക്കിതൊരു ബയോളജിക്കൽ വേയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഹാപ്പിനെസ് ഹോർമോൺ എന്നും പറയാറുണ്ട്. ഹാപ്പിനെസ്സും മോട്ടിവേഷനും തരുന്ന ഈ കെമിക്കൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആകും. പണ്ട് കാലത്ത് ഗോത്രങ്ങളായും കൂട്ടമായും ജീവിച്ചിരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് സർവൈവൽ ആയിരുന്നു. ആ സമയത്ത് ഹ്യൂമൻസിനെ നല്ല ശീലങ്ങൾ വളർത്താൻ ഡോപ്പമിൻ ഹെൽപ്പ് ചെയ്തു. ആ കാലത്ത് ഹ്യൂമൻസ് മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നുമ്പോൾ ഹ്യൂമൻസിന്റെ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ കെമിക്കൽ റിലീസ് ആകുന്നു. അപ്പൊ അയാളുടെ ബ്രെയിനിന് മനസ്സിലാവും ഇത് തങ്ങളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നും ഈ ചെയ്യുന്ന നല്ല കാര്യമാണെന്നും. ഇന്ന് മനുഷ്യന് വേണ്ട ബേസിക് നീഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സർവൈവൽ ഇപ്പൊ നമ്മുടെ ഒരു കൺസേണേ അല്ല. എന്നാൽ വീഡിയോ ഗെയിംസിലെ മിഷൻസ് ആൻഡ് പോയിന്റ്സ് ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ലെവൽസ് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഡോപ്പമിൻ ബൂസ്റ്റ് കിട്ടുന്നു. നിങ്ങളുടെ ബ്രെയിൻ പറയാണ് ഇനിയും ഗെയിം കളിക്കുക, നല്ല കാര്യമാണ് ചെയ്യുന്നത്, മത്സരിക്കുകയാണ്, നമ്മൾ ജയിക്കുകയാണ്, ലൈഫിൽ പുരോഗമിക്കുകയാണ് എന്നൊക്കെ. ലൈക്ക് പണ്ട് കാലത്ത് നമ്മൾ സർവൈവ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾക്ക് കിട്ടിയ അതേ സെയിം ഫീലിംഗ്. സോഷ്യൽ മീഡിയ ഇതുപോലെ തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എത്ര അറ്റൻഷൻ കിട്ടുന്നു അത്രത്തോളം ഡോപ്പമിൻ നമുക്ക് റിലീസ് ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ പിന്നെയും എടുത്തു നോക്കുന്നത്. അതിൽ കിട്ടുന്ന വ്യൂസ്, ലൈക്സ് ഇതൊക്കെ നമ്മുടെ ഡോപ്പമിൻ റിലീസ് ആക്കുന്നു. പിന്നെ സ്ക്രോളിങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സാധനം മനുഷ്യരിൽ ഇല്ലാതാക്കുന്ന ഈ സോഷ്യൽ മീഡിയ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്. സോഷ്യൽ മീഡിയ നമുക്ക് കിട്ടുന്ന ഡോപ്പമിൻ നമ്മളെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുകയാണ്, നേടിയിരിക്കുകയാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നു. പണ്ട് കാലത്ത് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നേറുമ്പോൾ മാത്രം കിട്ടിയിരുന്ന ഈ ഡോപ്പമിൻ ഇന്ന് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഗെയിം കളിച്ചാലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്താലോ കിട്ടുന്നുണ്ട്. ഈ റിവാർഡ് ആൻഡ് ഹാപ്പിനെസ് വെറുതെ ഇരുന്ന് കൊണ്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം അഡിക്റ്റീവ് ആവുന്നത്. സെയിം ആസ് ലൈക്ക് ഡ്രഗ്സ്. ഇതെല്ലാം എല്ലാവർക്കും ശീലമായി മാറിക്കഴിഞ്ഞു. നമ്മളൊക്കെ ഇതിനെ വളരെയധികം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇട്ടാൽ പോലും പലരും സോഷ്യൽ മീഡിയ ആണ് ഒരേ ഒരു റിലാക്സേഷൻ എന്നൊക്കെ വന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് ബ്രെയിനിന് അത്രത്തോളം റിവാർഡ് തരുന്നതുകൊണ്ട് തന്നെ ഇതൊരു റിലാക്സേഷൻ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങളുടെ തലച്ചോറിന് അറിയില്ല ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അഡിക്ഷനുകളാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റ് കമ്പനീസ് ഗിവിംഗ് അസ് അഡിക്റ്റീവ് ആൻഡ് സ്റ്റിമുലേറ്റീവ് തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ദിസ് മേക്സ് ഓവർ കൺസപ്ഷൻ വെരി ഈസി. എന്നാൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയി ഒഴിവാക്കി ജീവിക്കാനല്ല പറയുന്നത്. ഒരു ലിമിറ്റ് വെക്കുക ആൻഡ് കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ലൈക്ക് ദിസ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും പാഷനും ലക്ഷ്യങ്ങൾക്കൊക്കെ നല്ല ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല ഐഡിയയും ചിന്തിക്കേണ്ടി വരും. ആളുകൾക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതവും ആഗ്രഹങ്ങളും നോക്കും. എല്ലായിടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ആവശ്യമാണ്, നിങ്ങളുടെ ഡീപ് തിങ്കിങ് കേപ്പബിലിറ്റി ആവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങൾ ഈ വീഡിയോ ഗെയിംസും സോഷ്യൽ മീഡിയ മൈൻഡ്ലെസ് സ്ക്രോളിങ്ങുമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം അഡിക്റ്റായി ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കുന്നതിന് പകരം നിങ്ങൾ ആ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ റിയൽ ഹാപ്പിനെസ്സിനെ, ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ തിരികെ കൊണ്ടുവരാം.
2026 നിങ്ങൾക്ക് സക്സസ്ഫുള്ളും വെൽബീങ് ആയി ജീവിക്കാനുള്ള രഹസ്യം എന്ന് പറയുന്നത് ഓവർ കൺസെപ്ഷൻ ഒഴിവാക്കുക എന്നതാണ്. ബിക്കോസ് ഓവർ കൺസെപ്ഷൻ ഈസ് ദ പാത്ത് ടു അൺസാറ്റിസ്ഫൈഡ് ആൻഡ് അൺഫുൾഫില്ലിംഗ് ലൈഫ്. നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിംഗ് യുവർ സെൽഫ്. You will thank yourself in the future.